ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് ഞാൻ അനലൈസ് ചെയ്യുന്നത് XAU USD, അതായത് ഗോൾഡ് ഫോറക്സിലാണ് അനാലിസിസ് ചെയ്യുന്നത്. ഇപ്പം മാർക്കറ്റ് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് ക്ലോസ് ആണ്. മൺഡേ മാർക്കറ്റ് ഓപ്പൺ ആവും മോർണിംഗ്. മൺഡേയിലോട്ട് വേണ്ടിയിട്ട് ഒരു ഡേ ട്രേഡിംഗ്, അതായത് ഒരു ഇൻട്രാഡേ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ആണ് ഞാൻ അനാലിസിസ് ചെയ്യുന്നത്. ഗോൾഡ് നമുക്ക് കാണുന്നുണ്ട്, നമ്മുടെ മുന്നിൽ കാണാം. ഗോൾഡ് ഈസ് ഫുള്ളി അപ് ട്രെൻഡ്. വീക്ക്ലി ഫ്രെയിമാണിത്. ഓക്കെ, ഇതൊരു വീക്ക്ലി ഫ്രെയിമാണ്. ഫുള്ളി അപ് ട്രെൻഡിലാണ് ഗോൾഡ് നിൽക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് വീക്ക്ലി ടൈം ഫ്രെയിം ഞാൻ ഇട്ടത് എന്താന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ്. ഗോൾഡ് ഒരു പ്രോപ്പർ അപ് ട്രെൻഡാണ്. സോറി, പ്രോപ്പർ അപ് ട്രെൻഡാണ്. ഹൈ ലോ ഹൈ ലോ ഹൈ ലോ ഉണ്ടാക്കി ഗോൾഡ് മുകളിലോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ. ഗോൾഡിന്റെ വിലയൊക്കെ നല്ലോണം കൂടിയിട്ടുണ്ട്. ഗോൾഡ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗോൾഡ് $3,500 വരെ പോകുന്നാണ് ഇൻവെസ്റ്റേഴ്സ് ഒക്കെ പറയുന്നത്. നമ്മുടെ ഗോൾഡ് ആണെങ്കിൽ പോലും അത് അറൗണ്ട് 80,000 ക്രോസ് ചെയ്തു. ഗോൾഡ് ഇതിൽ $3,000 അബവ് ആയി കഴിഞ്ഞു ഗോൾഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു ഡേ ട്രേഡിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇത്രയും വലിയ ടൈം ഫ്രെയിം വേണ്ട. നമുക്ക് ഡേ ട്രേഡിങ് വേണ്ടിയിട്ട് ഇത്രയും ഞാൻ ജസ്റ്റ് ഇത് ഡേ ട്രേഡ് വെച്ചത് എന്താന്ന് വെച്ചാൽ തന്നെ നമുക്ക് ജസ്റ്റ് ഒരു വ്യൂ കിട്ടാൻ വേണ്ടി മാത്രമാണ്. അപ്പം ലെറ്റ്സ് ബാക്ക് നമ്മുടെ ഡേയിൽ പോവാം. ഡേ ടൈം ഫ്രെയിമിൽ പോകുമ്പോൾ ഗോൾഡ് ചെറുതായിട്ടൊന്ന് പുൾ ബാക്ക് ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ട്, അതായത് ഒരു വേണമെങ്കിൽ പറയാം ഇതൊരു ഒരു ലോ ഉണ്ടാക്കിയതായിരിക്കാം. മുകളോട്ട് പോകുമ്പോൾ എന്തൊക്കെ, കാരണം ആസ് പെർ ഡൗ തിയറി നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഒരു ഹൈ ലോ ഹൈ ലോ ഹൈ ലോ ഈ ഒരു പാറ്റേണിലായിരിക്കും എപ്പോഴും മാർക്കറ്റ് വർക്ക് ചെയ്യുക അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ലോ ഉണ്ടാക്കിയതായിരിക്കണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ലോയും ഹൈ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. കാരണം നമുക്ക് ഇൻട്രാഡേ ആണല്ലോ ചെയ്യുന്നത്. ലോയും ഹൈയും ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. സിമ്പിൾ പ്രൈസ് ആക്ഷൻ നമ്മുടെ എല്ലാവരും നമ്മൾ പഠിച്ചിട്ടുള്ള പോലെ തന്നെ ആൾക്കാർ പറയും ഡേ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ മുകളിലോട്ട് എടുക്കാം, ഡേ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ താഴോട്ട് എടുക്കാം. അതാണ് സിമ്പിൾ പ്രൈസ് ആക്ഷനും പറയുന്നത്. പിന്നെ പലതരത്തിൽ ആൾക്കാർ പറയും. എൻ്റെ വ്യൂ ആണ് ഞാനിവിടെ പറയുന്നത്. നിങ്ങൾക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. ഞാൻ പറഞ്ഞ രീതിയിൽ മാർക്കറ്റ് പോയോ ഇല്ലേ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കും. എന്നിട്ട് ഇത് കാണുന്നവരുണ്ടെങ്കിൽ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇടാം. നമുക്ക് ഡേ ഹൈ ഞാൻ മാർക്ക് ചെയ്തു. അപ്പോൾ എന്നിട്ട് അടുത്ത ടൈം ഫ്രെയിമിലോട്ട് നമുക്ക് 1 അവർ 1 അവറിലോട്ട് നമുക്കൊന്ന് പോകാം. 1 അവറിൽ എന്താന്ന് നോക്കി കഴിഞ്ഞാൽ 1 അവറിലൊരു റേസിംഗ് വേഡ്ജ് അല്ലെങ്കിൽ ഒരു ചെറിയ ഫ്ലാഗ് പോലെ എല്ലാം കാണുന്നുണ്ട് അല്ലേ. നേക്കഡ് ചാർട്ടിൽ എനിക്ക് കാണുന്നുണ്ട് ഒരു ഫ്ലാഗ് പോലെ. നിങ്ങൾക്ക് എന്താ കാണുന്നത്? ഓരോരുത്തരുടെ വ്യൂ ആണ്. മൈ വ്യൂ, അതായത് പ്യുവർ പ്രൈസ് ആക്ഷൻ ആണ് ഞാൻ ചെയ്യുന്നത് ഇവിടെ. എൻ്റെ ചാർട്ടിൽ ഒരു ഇൻഡിക്കേറ്റർ പോലും ഇല്ല. ഇൻഡിക്കേറ്ററൊക്കെ ഞാൻ യൂസ് ചെയ്തിരുന്നു. ഇപ്പം ഇൻഡിക്കേറ്ററൊക്കെ ഞാൻ ഒഴിവാക്കി. കാരണം ഇൻഡിക്കേറ്റർ നമ്മൾ പ്രൈസിൻ്റെ സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇൻഡിക്കേറ്റർ ആ സ്റ്റോറിയിലോട്ട് എത്തുന്നത്. അപ്പം നമുക്ക് വേണ്ടത് എപ്പോഴും ലൈവ് മാർക്കറ്റിൽ ലൈവ് സ്റ്റോറിയാണ്. നമുക്ക് പാസ്റ്റ് സ്റ്റോറി ഇട്ടിട്ട് കാര്യമില്ലല്ലോ. ഇൻഡിക്കേറ്റർ മോശമാണെന്നല്ല പറയുന്നത്. ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യേണ്ടവർക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നില്ല. പ്യുവർ ചാർട്ട് നോക്കിയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഞാനും ബിഗിനർ, ഞാൻ ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നും ആയിട്ടില്ല മാർക്കറ്റിൽ. പക്ഷേ ഞാൻ കണ്ട മാർക്കറ്റ് വെച്ച് നോക്കുമ്പം ആദ്യം ഞാൻ ഇൻഡിക്കേറ്റർ വെച്ചായിരുന്നു യൂസ് ചെയ്തിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഇൻഡിക്കേറ്ററിൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പം നമുക്കത് അനലൈസ് ചെയ്യാം. പെട്ടെന്ന് നമുക്ക് അനാലിസിസിലോട്ട് പോകാം. കൂടുതൽ വർത്താനം പറഞ്ഞ് ടൈം കളയുന്നില്ല. ഓക്കെ, അപ്പം 1 അവറിൽ ഒരു ഇൻവെർട്ടർ ഫ്ലാഗ് അല്ലെങ്കിൽ റേസിംഗ് മേടിച്ച് പോലെ കാണുന്നുണ്ട്. നമുക്ക് 50 മിനിറ്റ്സ് വേണം. 50 മിനിറ്റ്സിൽ നമുക്ക് ഒരു ചെറിയ ടൈം ഫ്രെയിമിൽ ഒന്നും കൂടെ ക്ലിയർ വ്യൂ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. 5 മിനിറ്റ്സ്. ഓക്കെ, 50 മിനിറ്റ്സിലാണിത്. 50 മിനിറ്റ്സിൽ ഒബ്വിയസ്ലി അതൊരു റേസിംഗ് വെഡ്ജ് ആണ്.
അല്ലെങ്കിൽ ഒരു ഇൻവെർട്ടർ ഫ്ലാഗ് ആണ്. 5 മിനിറ്റ്സിൽ നോക്കട്ടെ. 5 മിനിറ്റ്സിൽ നോക്കുമ്പോൾ 5 പോയി. 5 മിനിറ്റ്സ് 5 മിനിറ്റ്സ് 5 മിനിറ്റ്സ് നോക്കണം. പ്യുവർ ഒരു റൈസിങ് വെഡ്ജ് അല്ലേ? 5 മിനിറ്റ്സ് ഒരു റൈസിങ് വെഡ്ജ് ആയിട്ട് തന്നെ കാണുന്നുണ്ട്. റൈസിങ് വെഡ്ജ് ആയിട്ട് തന്നെ കാണുന്നുണ്ട്. റൈസിങ് വെഡ്ജ് എന്ന് പറയാം. ഇതിനെ നമുക്ക് ഇൻവെർട്ടർ ഫ്ലാഗ് എന്ന് പറയാം, എന്നും പറയാം. ഫ്ലാഗ് എന്ന് പറയുന്നുണ്ട് കാരണം ഇതൊരു ഫ്ലാഗ്, പോൾ ആൻഡ് ഫ്ലാഗ്, എന്ത് വേണമെങ്കിലും പറയാം. അപ്പം സിമ്പിൾ പ്രൈസ് ആക്ഷൻ ആണ് ഞാൻ പറയുന്നത്. എന്താ വെച്ചാൽ ഈ ഒരു സപ്പോർട്ട്, അതായത് ഇവിടെ ഒരു വട്ടം സപ്പോർട്ട് എടുത്ത് മുകളിട്ട് പോയി, തിരിച്ച ഏരിയയിൽ വന്ന് മുകളിട്ട് പോയി. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഷോർട്ട് എൻട്രി പ്ലാൻ ചെയ്യാം. അതായത് ഷോർട്ട് എൻട്രി ചെറിയ ടാർഗറ്റ് വെച്ചായിരിക്കണം പ്ലാൻ ചെയ്യേണ്ടത്. കാരണം ഓൾറെഡി ഗോൾഡ് ഒരു അപ് ട്രെൻഡിലാണ്. ചെറിയ ചെറിയ ടാർഗറ്റ് വെച്ച് നമുക്ക് പ്ലാൻ ചെയ്യും. കാരണം നമ്മൾ ചെയ്ത് ഇൻട്രാഡേ ആണല്ലോ. ഇൻട്രാഡേ ആയതുകൊണ്ട് നമുക്കൊരു ഷോർട്ട് എൻട്രി ഇവിടുന്ന് പ്ലാൻ ചെയ്യാം. ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് ഇവിടെ വെക്കാം. ചെറിയ ടാർഗറ്റാണ് 3013.530 ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് നമുക്ക് ഡേ ലോ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ വെക്കാം അല്ലെ? ഈ ഒരു ഏരിയയിൽ നമുക്ക് വെക്കാം 3006 ആൻഡ് 2999. ഇതാണ് എൻ്റെ മെയിൻ ടാർഗറ്റ്. അപ്പം ഇവിടുന്ന് ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരു എൻട്രി കൊടുക്കുന്നത് ചിലപ്പോൾ നമുക്ക് ലോസിലോട്ട് പോകാനുള്ള പ്രൊബിലിറ്റി കൂടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഗോൾഡ് ഒരു അപ് ട്രെൻഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിത് കൺഫർമേഷന് വേണ്ടിയിട്ട് ഈ ഏരിയ ബ്രേക്ക് ചെയ്ത് തിരിച്ച് ഇവിടുന്ന് ഒരു മൂവ്മെന്റ് മുകളിലോട്ട് തരട്ടെ. ഇവിടുന്ന് ഈ ഏരിയ ഒരു മൂവ്മെന്റ് മുകളിലോട്ട് തരട്ടെ. ഈ ഏരിയ ഒരു മൂവ്മെന്റ് മുകളിലോട്ട് തന്നിട്ട് ഇവിടുന്ന് ഒരു പുൾ ബാക്ക് വരികയാണെങ്കിൽ, ഇവിടുന്ന് ഒരു പുൾ ബാക്ക് താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് എൻട്രി ഇവിടെ പ്ലാൻ ചെയ്യാം. ഈ ഒരു ഏരിയയിൽ അതിവിടെ നമുക്കൊരു ബെയറിഷ് ഹറാമി, അങ്ങനെ ഏതെങ്കിലും ബെയറിഷ് എൻഗൾഫിംഗ് അറിയാലോ. ട്രേഡിങ് ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്നത് ചെറിയ ചെറിയ ചാർട്ട് പാറ്റേൺസ് ആണ്. ബിയറിഷ്, പിയർസിങ്, അങ്ങനെ ഏതെങ്കിലും ഒരു ഹാമർ, ഒരു ഡോജി എന്തെങ്കിലും അവിടെ കാണുകയാണെങ്കിൽ നമുക്കൊരു എൻട്രി താഴോട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. ചാൻസ് കൂടുതലായിരിക്കും താഴോട്ട് വരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഈ പറയുന്ന 3013, 3006, 299 ഈ 3 ടാർഗറ്റും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഇതാണ് എൻ്റെ ഗോൾഡിലെ നെക്സ്റ്റ് വീക്ക്ലി വ്യൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് നല്ലോണം മനസ്സിലായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.